ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങളെല്ലാ ഞായറാഴ്ചയും എല്ലും കപ്പയും വെക്കും കേട്ടോ. പിന്നെ രാവിലെ നേരം വെളുത്തപ്പം മുതൽ നല്ല രാത്രി മുതൽ മഴയാണ്. രാവിലെ നല്ല മഴയൊക്കെയാണ്. രാവിലെ തന്നെ നല്ല മഴയാണ്. രാവിലെ നല്ല മഴയും നല്ല ചൂടെല്ലും കപ്പയും കൂടെ ആയിക്കഴിയുമ്പോൾ ഒക്കെയാണ്. പിന്നെ ചേട്ടൻ പോയി കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. രാവിലെ കപ്പയൊക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല മുഴുത്ത കപ്പയൊക്കെ കിട്ടി. ഇനി അത് കൊത്തി എല്ലാം റെഡിയാക്കണം. എല്ല് കഴുകി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് വിസിലടിച്ചൊന്ന് പകുതി പാകമാകുമ്പോഴേക്കും നമ്മൾ കപ്പ കൊത്തി റെഡിയാകും. അപ്പം നമ്മൾ കുക്കറിനകത്തിപ്പം എല്ല് പകുതി വേവായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കപ്പ വയ്ക്കാനുള്ളത് അരപ്പുണ്ടാക്കുക. അതിന് തേങ്ങ കുറച്ചെടുത്ത് വറക്കണം. നമ്മൾ തീയലിനൊക്കെ വറക്കുന്ന പോലെ. ഇതിനകത്തേക്ക് ഒന്ന് ചെറിയ തോതിൽ മൂത്ത് കഴിയുമ്പോൾ നമുക്കതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കണം. മസാലപ്പൊടി നമ്മൾ എല്ല് കറി വെച്ചപ്പോൾ നമ്മൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ആഡ് ചെയ്തായിരുന്നു. എങ്കിലും തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ നമ്മളിതെല്ലാം കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ആ ഒരു ടേസ്റ്റ് കുരുമുളക്
ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കുരുമുളകാണ്. മുളക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതായിരുന്നു. നന്നായിട്ട് ഈ തേങ്ങായും ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലക്കൂട്ടെല്ലാം കൂടെ നന്നായിട്ട് ചൂടാക്കുക. കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുക്കും. ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന കപ്പ കുക്കറിനകത്തോട്ട് ഇടാം. മൂന്നാല് വട്ടം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നത് കാരണം കഴിയേണ്ട കാര്യമില്ല. നമ്മൾ ഈ പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ല് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 2-3 വിസിലടിച്ച് കഴിയുമ്പം അത് കപ്പ ബിരിയാണി റെഡിയാകും. എല്ലും കപ്പയൊക്കെ വേകുന്ന സമയത്തിന് നമുക്ക് ഈ കരി പിടിച്ച കലം കണ്ടോ, അതൊന്ന് വൃത്തിയാക്കി എടുക്കാം. മഴയായത് കാരണം നല്ല വെള്ളമാണ് ഇവിടെ എല്ലാം. ചാര വിട്ട് ഈ കല കണ്ടില്ലേ, ഇനി ചാര വിട്ട് നന്നായിട്ട് ഈ നമ്മൾ പാല് മേടിക്കുന്ന മിൽമ കവർ ഇട്ട് വേണം കരിപ്പാത്രം കഴിയും. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വൃത്തിയായി കിട്ടും. നമുക്ക് ഇതൊന്ന് കഴുകി അങ്ങനെ കലമൊക്കെ വേണ്ട കരി പിടിച്ചിരുന്ന കലമൊക്കെ ചാര വിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക്
അടുത്ത് അരിയിടാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഈ എല്ലും കട്ടയൊക്കെ വേകുന്ന സമയത്തിന് നമുക്ക് അരി ഒന്ന് കഴുകി അടുപ്പിലിടാം. അപ്പോൾ നമുക്ക് ആ സമയത്തിനേക്ക് അരിയെല്ലാം കഴുകി കലത്തിനകത്ത് വെച്ചിട്ട് അതിനടുത്ത് നമുക്ക് ഈ സമയത്തിനോടാകും കോഴിക്ക് തീറ്റയൊക്കെ കൊടുക്കാതെ കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. അപ്പം കോഴിക്ക് തീറ്റയൊക്കെ കൊടുക്കാം. മഴയൊന്നും തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കോഴികളെല്ലാം ഇങ്ങനെ തീറ്റ നോക്കി ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ്. പൂവൻ കോഴികളും കോഴിക്ക് തീറ്റ കിട്ടുന്നതിൻ്റെ സന്തോഷപ്രകടനം കൊണ്ടാ ചെറുക്കൻ ഇങ്ങനെ നോക്കുക. കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞങ്ങളുടെ വെണ്ട ഞാനൊന്ന് നോക്കിയത്. വെണ്ടയുടെ ഇലയിലെല്ലാം പുഴു കുത്തിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. കണ്ടില്ല, ഭയങ്കര വലിപ്പമുള്ളതാവും. അത് തീരെ ചെറുതാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ മൂത്ത് പോകും. ഈ ഒരു വെണ്ടയ്ക്കയുടെ ഈ ഒറ്റയൊരു വെണ്ടയുടെ അരി ഇട്ടാൽ മതി. ഇഷ്ടംപോലെ വെണ്ടയ്ക്ക ഇട്ടു കേട്ടോ. 2 ദിവസം കൂടുമ്പം കുത്തിന്ന് അങ്ങനെ മാവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പം ഈ നല്ലതായിട്ട് പൂവൊക്കെ കുത്തിയിരിക്കുന്നതുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞി കാന്താരിയൊക്കെ ഉണ്ട്. കാന്താരി പിന്നെ കായ ഇവിടെ ഉണ്ട്, അപ്പുറമുണ്ട് കാന്താരിയൊക്കെ ഉണ്ട്. കാന്താരി ഇങ്ങനെ ഞായറാഴ്ച നമുക്കൊരു സൗദി കിട്ടുമ്പം ഇങ്ങനെ പറമ്പിലൊക്കെ വന്ന് ഇങ്ങനെ ഓരോ പരിപാടികളാണ്. മുരിങ്ങയിലയൊക്കെ ഇങ്ങനെ പൂത്ത് നല്ല പുത്തൻ ഇലയൊക്കെ വന്നിട്ടുണ്ട്. പഴയ ഇലയൊക്കെ പോയിട്ട് നമുക്ക് അപ്പോൾ എല്ലും കപ്പയും തിന്നാൻ ഇല വെട്ടുവാണ്. കേട്ടോ, ഞങ്ങൾ കാപ്പി ഉണ്ടായിരുന്നു. കേട്ടോ, കാപ്പിക്കുരുവൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ടോ? കുറച്ച് കാപ്പിക്കുരുവൊക്കെ പറിച്ചു കഴിഞ്ഞു. പറിച്ചു കഴിഞ്ഞ കാപ്പിയിൽ കാപ്പിപ്പൂ വന്നിട്ടുണ്ട്. വീണ്ടും വേണ്ടോ, അടുത്ത പ്രാവശ്യത്തേക്ക് നല്ല കാപ്പിക്കുരു വരാൻ വേണ്ടി എൻ്റെ കാപ്പി പൂത്ത് തുടങ്ങി. ഇനി നല്ലൊരു മണമായിരിക്കും. ഇത് ഞങ്ങളുടെ മീൻകുളമാണ് കേട്ടോ. മീൻകുളത്തിനകത്ത് ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും മീനൊക്കെ അടിയിലോട്ട് പോയി കിടക്കുക. പാത്തിരിക്കുക, ഒളിച്ചിരിക്കുക. മഴവെള്ളമൊക്കെ വീണ്. പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ കറിവേപ്പുള്ളത് കൊണ്ട് ഓടി വന്നവത്തേന്ന് എടുത്താൽ മതി. മഴയൊക്കെ പെയ്തത് കാരണം മഴവെള്ളമെല്ലാം വീണ് നല്ല ഇതായിട്ടിരിക്കുക. കുക്കർ ഇങ്ങനെ ഇളക്കി കൊടുക്കാം.
ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലും കപ്പയും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇല വാട്ടാം. ഇല വാട്ടി ഇലയിലാകും. അങ്ങനെ നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. അത് വാഴയിലേക്കകത്തോട്ട് എടുത്തു.